പാട്ടുകളൊക്കെ പലരുടെയും ശ്രദ്ധിക്കാറുണ്ടോ? ഗായകർ ശ്രദ്ധിക്കാറുണ്ട് തീർച്ചയായിട്ടും. SPBയുടെ ഒക്കെ പാട്ട് ഇഷ്ടം? പിന്നെ പിന്നെ ഹിന്ദി സോങ്സ് ഒക്കെ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. കർണാടക സംഗീതം അങ്ങനെ കേൾക്കാറുണ്ടോ സ്ഥിരമായി? ഒരു മ്യൂസിക് ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് ഒരിക്കലും കേൾക്കാതെ പറ്റില്ലല്ലോ. അതെ, സ്വന്തം താല്പര്യത്തോടെ തന്നെ കേൾക്കാറുണ്ട് തീർച്ചയായിട്ടും. കാരണം ഇങ്ങനെ ഒരു ചുറ്റുപാടിൽ വളർന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ബ്ലഡിലുണ്ടാവുമല്ലോ. അപ്പം അത് നിർബന്ധിക്കേണ്ട വിഷയമില്ല. നമുക്കതൊരു തീർച്ചയായിട്ടും കുറേ അതിൽ നിന്ന് അത് കേൾക്കാനുള്ളൊരു അവസരങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും കൂടുതൽ കേട്ടിരിക്കണേ. കൂടുതൽ കേട്ടുള്ള ശമാകുണ സ്വാമിയുടെ കേൾക്കാറുണ്ടെന്നറിയാം. ശമാകുണ സ്വാമിയുടെ GNB സാറിൻ്റെ അങ്ങനെ കുറച്ച് ആൾക്കാർ. പിന്നെ പുതിയ ഇപ്പം സഞ്ജയ് സുബ്രഹ്മണ്യം അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ. പർട്ടിക്കുലറായിട്ട് അങ്ങനെ ഇന്നയാളുടെ അങ്ങനെ ഇല്ല. കാരണം നമുക്കതിനകത്ത് എന്തെങ്കിലും കുറേ കാര്യങ്ങൾ നമുക്കത് കിട്ടും. നമ്മളിപ്പോൾ അത് ഇന്നത് പഠിച്ചു എന്ന് പറയുന്നതിനേക്കാളും അവരുടെ അത് കേൾക്കുന്നത് വഴി എന്തെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ശമാകുണ സ്വാമിയൊക്കെ പാടുന്നതിന് ഇപ്പോൾ രാഗം പാടുന്നതിന് സ്വാമിയുടെ അത് പ്രത്യേകതയുണ്ട്, നിലവിൽ ചെയ്യുന്നതിന് പ്രത്യേകതയുണ്ട്. GNB സാറിൻ്റെ പാട്ടിലുമ്പോൾ കുറച്ചുകൂടെ വേറൊരു മൂച്ചാണ്, സ്വരം പാടുന്നതിനൊക്കെ വേറെ. അപ്പോൾ അതിൻ്റെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിലപ്പം പലപ്പോഴും മനസ്സിലായില്ലെങ്കിലും കുറേ കാര്യങ്ങൾ അതിൻ്റെ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ അച്ഛനും ഏട്ടനൊക്കെ ചിലതൊക്കെ പറഞ്ഞു തരും ചില സമയത്തൊക്കെ. അതിൽ എനിക്ക് ആവശ്യമെന്ന് തോന്നുന്നത് ഞാൻ സ്വീകരിക്കും, ആവശ്യമില്ലാത്തതുകൊണ്ടെന്ന് അതിനർത്ഥമില്ല. എങ്കിലും അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതിൻ്റെ നിന്ന്. തനിയെ കമ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊന്നും അതിനെക്കുറിച്ച്, കാരണം ഒരുപാട് നല്ല കമ്പോസേഴ്സിൻ്റെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് നമ്മളതൊന്നും ചെയ്തതൊന്നും വലിയ കഥയില്ല എന്നുള്ളത് സ്വയം അറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു സീരിയസ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് മ്യൂസിക്കൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒരു ആവണി പൗർണമി എന്നുള്ളൊരു സോങ് ഉണ്ടായിരുന്നു. എന്നിട്ട് ആവണി പൗർണമി മുഖം നോക്കുവാനെത്തും നിളയുടെ നിർമ്മല നീർത്തടത്തിൽ എന്നൊരു പാട്ട് ഞാനൊരു ഫ്രണ്ടിന് വേണ്ടി ചെയ്തതാണ്. അത് കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ പലർക്കും ഞാൻ ചെയ്താന്നറിയില്ല, ഞാൻ ചെയ്തു എന്ന് വരുത്താൻ ശ്രമിച്ചിട്ടുമില്ല. അങ്ങനെയല്ല, എനിക്ക് പാടാൻ തന്നെ ആണ് ആഗ്രഹം, കമ്പോസ് ചെയ്യാൻ അങ്ങനെ ആഗ്രഹമില്ല. പിന്നെ ഇപ്പം ഈ പറഞ്ഞുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം അതുപോലെ നമുക്കത് വേണം, അല്ലെങ്കിൽ അത് ഒരു ആവശ്യമെന്ന് തോന്നിയാൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം തൽക്കാലം പാടാൻ തന്നെയാണ് ആഗ്രഹം. നീ അടുത്ത ഏതാ പാടണേ? സ്വന്തം പാട്ട് തന്നെ ആവാൻ തോന്നും. തീർച്ചയായിട്ടും. ഞാൻ ഫോർ ദ പീപ്പിൾ എന്നൊരു പടത്തിന് വേണ്ടിയിട്ട് അന്നക്കിളി എന്നൊരു സോങ് പാടിയിരുന്നു. ഇത് ജാസി ഗിഫ്റ്റും പാടിയിരുന്നു. അപ്പം 2 വേർഷൻ അതിനകത്തുണ്ടായിരുന്നു. അപ്പം എൻ്റെ വേർഷൻ ഞാൻ പാടാം. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ പള്ളിക്കുയിലായി നീ പാടി, തുള്ളിത്തിരതുള്ളും തുള്ളാരക്കാറ്റിൽ മാനായി മറിമാനായി മാറി. ജില്ലേലെ ജില്ലേലെ ചുംപതക്കിട ജില്ലേലെ, ജില്ലേലെ ജില്ലേലെ ചുംപതക്കിട ജില്ലേലെ, സരിഗരി സനി സരിഗ സരിഗരി സനി സരിഗ സരി സരിഗ